നമസ്കാരം. കഴിഞ്ഞ കുറേ കാലമായി പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഈ നാട് എത്രമാത്രം വെറുക്കുന്നു. അവരുടെ ധാർഷ്ട്യം, അവരുടെ അഹങ്കാരം, അവരുടെ സ്വജനപക്ഷപാതം, അവരുടെ വൃത്തികെട്ട സോഷ്യൽ എഞ്ചിനീയറിംഗ്, അവരുടെ ഗുണ്ടായിസം, ഇതൊക്കെ ജനം വെറുക്കുന്നു. ഇത് തിരിച്ചറിയാത്തത് ആ പാർട്ടി മാത്രമാണ്. 2021 തുടർ ഭരണം കിട്ടിയപ്പോൾ അവർ കരുതി എന്തു തോന്നിയവാസവും കാണിക്കാം. ആ തോന്നിയാസത്തിൻ്റെ ഭാഗമായി മറുനാടിനെ പോലും പൂട്ടിക്കെട്ടാൻ അവർ ജയിലിലടയ്ക്കാൻ ശ്രമിച്ചു. എല്ലാ അർത്ഥത്തിലും അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ഈ നാട് അവരുടെ കാൽ കീഴിലാണ് എന്ന് കരുതി അവർ ജീവിച്ചു പോരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനോട് അടുപ്പമുള്ളവർ പറയുന്നത്, മുതിർന്ന പല സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും പറയുന്നത്, തുടർ ഭരണം ഇനിയും ഉണ്ടാവുമെന്ന കാര്യത്തിൽ പിണറായിക്ക് സംശയമേ ഇല്ലെന്നാണ്. ഇനി CPM മാത്രമായിരിക്കും നാട് ഭരിക്കുന്നത്, ഇനി CPMന്റെ കാലമാണ് എന്ന് അമിതമായ ആത്മവിശ്വാസത്തിൽ പിണറായി മുമ്പോട്ട് പോവുകയായിരുന്നു. ആ ആത്മവിശ്വാസത്തിൻ്റെ കടക്കലാണ് കത്തിവെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിൻ്റെ തലച്ചോറിലേക്കാണ് കൂടം കൊണ്ട് ഇപ്പോൾ ഈ നാട്ടുകാർ തല്ലിയിരിക്കുന്നത്. വല്ലാത്തൊരു വീഴ്ചയാണ് CPMന് സംഭവിച്ചിരിക്കുന്നത്. അന്തിമ ഫലം പുറത്തു വന്നിട്ടില്ല, പക്ഷെ വലിയ അട്ടിമറിയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചരിത്രത്തിൽ ആദ്യമായി CPIM പൂർണ്ണമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും നിഷ്കാസിതരാവുന്നു. പകുതിയോളം ഗ്രാമപഞ്ചായത്തുകളും പകുതിയോളം കോർപ്പറേഷനുകളും ജില്ലാ പഞ്ചായത്തുകളും ഒക്കെ പിടിച്ചാൽ CPMന് അവിടെ നിന്ന് പിടിച്ചു കയറാൻ അറിയാം. എങ്കിൽ പോലും CPMന് അത് തിരിച്ചടിയാവും. കാരണം നിലവിൽ CPMന് 2/3 ഭൂരിപക്ഷമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ളത്. ആ ആത്മവിശ്വാസത്തോടെയാണ് CPIM ഇക്കുറി രംഗത്തിറങ്ങിയത്. പിണറായി വിജയന് തിരക്കായിരുന്നു, ഗൾഫ് രാജ്യങ്ങളിൽ ചുറ്റി പണപ്പിരിവായിരുന്നു. പക്ഷെ സഖാക്കൾക്ക് വീടുകളിൽ കയറാൻ പേടിയായിരുന്നു. അത്രമാത്രം ജനങ്ങൾ വെറുത്തു. ശബരിമല യുവതീ പ്രവേശന വിഷയം ഹിന്ദുക്കളെയും മറ്റ് വിഷയങ്ങൾ മുസ്ലിമുകളെയും വെറുപ്പിച്ചതിനൊപ്പം മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവരും CPMനിട്ട് പണി കൊടുക്കാൻ തീരുമാനിച്ചു. ഒരേ സമയം കേരളത്തിലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും CPMനെതിരെ തിരിഞ്ഞതിൻ്റെ ഫലമാണ് എന്തു സാഹചര്യത്തിലും CPIM വിജയിക്കുന്ന ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ തിരിച്ചടി കിട്ടിയത്. ആദ്യം നമ്മൾ കോർപ്പറേഷനുടെ കാര്യം മാത്രം എടുക്കുക. തിരുവനന്തപുരം കോർപ്പറേഷൻ CPMന്റെ സ്വന്തം കോർപ്പറേഷൻ. അതുകൊണ്ടാണ് അഹങ്കാരം തലയിൽ പിടിച്ച ആര്യ രാജേന്ദ്രൻ എന്നൊരു വിദ്യാർത്ഥിനിയെ ഈ നഗരത്തിൻ്റെ അധ്യക്ഷയാക്കിയത്. എന്തെല്ലാം കോപ്രായങ്ങളാണ് അവർ കാട്ടിക്കൂട്ടിയത്. അവരുടെ കയ്യിലാണ് ഈ നഗരം എന്ന് ധരിച്ചു വശായി മിനി പിണറായി ആവാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടിട്ട് ഒടുവിൽ സീറ്റ് പോലും നിഷേധിക്കപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും ഇറങ്ങരുതേ എന്ന് താക്കീത് കൊടുത്ത് വീട്ടിലിരുത്തി. എന്നിട്ട് എന്തുണ്ടായി? അവർ ഇറങ്ങാതിരുന്നത് കൊണ്ട് ജനങ്ങൾ പുറത്തോ? ഇല്ല. ഒരു MLA പോലും ഇല്ലാത്ത BJP എന്ന രാഷ്ട്രീയ പാർട്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തിരിക്കുന്നു. ഇപ്പോഴത്തെ കക്ഷി നില വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം BJPക്ക് തന്നെയാണ്. പേടിച്ചുപോയ റിപ്പോർട്ടർ ചാനൽ ഇന്ത്യ മുന്നണി ഭരിക്കുമോ എന്നൊക്കെ ചോദിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ LDFും UDFും ഒരുമിച്ച് ചേർന്ന് BJPയെ താഴെ ഇറക്കുമോന്ന്. അന്തിമ ഫലം വരുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. BJP പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കേവല ഭൂരിപക്ഷം നേടിയേക്കും. കാരണം 2 ഇടത്ത് ഇപ്പോൾ തന്നെ സ്വതന്ത്രം ജയിച്ചു കഴിഞ്ഞു. പൗണ്ട് കടവ് വാർഡിൽ കോൺഗ്രസ് വിമതൻ സുധീഷ് കുമാറും കണ്ണുമൂല വാർഡിൽ CPM വിമതൻ രാധാകൃഷ്ണനും ജയിച്ചു. എന്ന് വെച്ചാൽ 50 സീറ്റ് വേണ്ട ഇവിടെ ഭരണം ഉറപ്പിക്കാൻ. അത് BJP നേടിയേക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ട്. നോക്കൂ, CPM കുത്തകയാക്കി വെച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷന്റെ അവസ്ഥയാണിത്. ഇനി തൊട്ടടുത്ത് കൊല്ലത്തേക്ക് പോവുക. കൊല്ലത്ത് CPMന് തോൽവി ഉണ്ടാകുമെന്ന് ആരെങ്കിലും കരുതിയോ? കഴിഞ്ഞ ദിവസം ഒരു DCC സെക്രട്ടറിയോട്, കൊല്ലത്തിന്റെ UDF തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഒരു UDF സെക്രട്ടറിയോട് ഞാൻ ചോദിച്ചു, ഏകദേശം എത്ര സീറ്റ് നേടിയേക്കുമെന്ന്. അദ്ദേഹം പറഞ്ഞു ഒരു 18-20 സീറ്റ് എന്ന്. ഓർക്കണം, കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളവർക്ക് പോലും ആഗ്രഹമുണ്ടായിരുന്നില്ല, പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കൊല്ലം കിട്ടുമെന്ന്. പക്ഷെ എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്ക് വേണ്ടെങ്കിലും ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ ജനങ്ങൾ UDFന് അനുകൂലമായി വോട്ട് ചെയ്തു. അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, 6-7 ഇടത്ത് ലീഡ് ചെയ്യുന്നത് BJP ആണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം BJP വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കിയിരിക്കുന്നു. ഇങ്ങനെ നോക്കിയാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CPMന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. നമ്മൾ ഇതുവരെ കണക്ക് പരിശോധിക്കുക. ആകെയുള്ള 941 ഗ്രാമപഞ്ചായത്തുകളിൽ ഏതാണ്ട് 453 ഇപ്പോൾ UDF ലീഡ് ചെയ്യുകയാണ്. അതൊന്നും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല.
372 എൽ ഡി എഫിന്റെ ലീഡ്. ഇനി മാറ്റം വന്നാലും പകുതിയിൽ കൂടുതൽ യു ഡി എഫിനായിരിക്കും. 76 ടൈ ആണ്, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. 25 ഗ്രാമപഞ്ചായത്തുകളിൽ NDA അല്ലെങ്കിൽ BJP ലീഡ് ചെയ്യുന്നുണ്ട്. 10 മറ്റ് പാർട്ടികൾ, അതായത് 2020 പോലെ പാർട്ടികൾ ലീഡ് ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകൾ ആകെ 152 ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 83 UDF ആണ് ലീഡ് ചെയ്യുന്നത്, 64 LDF. UDF എന്ന് പറയുന്നത് ഒരാൾക്കൂട്ടം മാത്രമാണെന്ന് ഓർക്കണം. പ്രത്യേകിച്ച് സംഘടനാ സംവിധാനമൊന്നുമില്ല. പക്ഷേ അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ LDFന് വെറും 64 ബ്ലോക്ക് പഞ്ചായത്ത് ലീഡ് ചെയ്യാൻ കഴിയുന്നത്. 4 ടൈ ആണ്. NDA ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരിടത്തുമില്ല. ഡിസ്ട്രിക്ട് പഞ്ചായത്ത് 14 7 നിലവിൽ ഡിസ്ട്രിക്ട് പഞ്ചായത്തിൽ 11 ഭരിക്കുന്നത് CPM ആണെന്ന് ഓർക്കണം. എന്നിട്ടാണ് പാതി നിൽക്കുന്നത്. മുനിസിപ്പാലിറ്റികൾ ഏതാണ്ട് പകുതി മാത്രം UDFനുണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി 87 55 UDFനും 28 LDFനും എന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. 2 മുനിസിപ്പാലിറ്റികളിൽ ഇക്കുറിയും BJP ലീഡ് ചെയ്യുന്നുണ്ട്. കോർപ്പറേഷനാണ് ഞെട്ടിക്കുന്നത്. 6ൽ 4 UDF, ഒരിടത്ത് മാത്രം CPM ലീഡ് ചെയ്യുന്നു. അത് കോഴിക്കോട്. അതും ഉറപ്പൊന്നുമില്ല വിജയിക്കുമെന്ന്. എന്തൊരു CPM വിരുദ്ധ വികാരമാണ് ഇവിടെ ആഞ്ഞടിക്കുന്നത് എന്നോർക്കുക. ഇതോടുകൂടി CPMന്റെ കഥ കഴിയുകയാണ്. CPMനെ ജനങ്ങൾ വെറുക്കുന്നു. ഇവരുടെ നുണകൾ ജനങ്ങൾ മടുത്തിരിക്കുന്നു. പെണ്ണ് കേസ് കാണിച്ച് നാട്ടുകാരെ ഭയപ്പെടുത്താം. രാഹുൽ മാങ്കൂട്ടത്തെ മുൻപിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്നൊക്കെ കരുതി ഒരാളെ തീർക്കാൻ തീരുമാനിച്ചാൽ ഏതറ്റം വരെ പോകും. അങ്ങനെ അവർക്കെതിരെ ഇല്ലാ കഥകൾ ഉണ്ടാക്കും. അങ്ങനെ അവരെ നാണം കെടുത്താവുന്നത് ചെയ്യും. അവർക്കെതിരെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ പ്രഖ്യാപിക്കും. എന്നിട്ട് നശിപ്പിക്കാൻ വേണ്ടി എന്ത് വൃത്തികേടും പറയും. ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഒരു രംഗപ്രവേശനമുണ്ട്, ഒരു വല്ലാത്ത എൻഡോഴ്സ്മെന്റ് ഉണ്ട്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർത്തിപ്പിടിച്ച് ജയിക്കാമെന്ന് കരുതി പോയി പണി നോക്കാൻ ജനങ്ങൾ പറഞ്ഞു. പെണ്ണുപിടിയന്മാരുടെ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ ഗവനിച്ചോ? ഇല്ല. BJPക്ക് വോട്ട് ചെയ്യുന്നത് എന്തിന്? അവർ ജയിക്കില്ലോ എന്ന തോന്നൽ കൊണ്ടാണ് പലരും ചെയ്യാതിരുന്നത്. എന്നാൽ കോൺഗ്രസിനും UDFനും വോട്ട് ചെയ്യാൻ മടിയുള്ളവർ അവർ ജയിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യും എന്ന് തീരുമാനിച്ചു. അതോടെ BJPയുടെയും ജാതകം തെളിഞ്ഞു. എന്ന് വെച്ചാൽ കേരളത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ധ്രുവീകരണം സമാനതകളില്ലാത്തതാണ്. CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടിവേര് ഇളകിയിരിക്കുന്നു. ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാന്ന് ഓർക്കണം, നിയമസഭാ തെരഞ്ഞെടുപ്പല്ല. CPMന് എക്കാലത്തും സ്വീകാര്യതയുള്ളത് ഈ ഗ്രാമങ്ങളിലാണ്. അവിടെ മുഴുവൻ CPMന്റെ അടിത്തറ ഇല്ലാതായി പോയിരിക്കുന്നു. ചില പാർട്ടി ഗ്രാമങ്ങളിൽ മാത്രമായി CPM അവശേഷിക്കുകയാണ്. ഇനി വരാൻ പോകുന്നത് BJPയുടെ കുതിപ്പിന്റെയും കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തിന്റെയും നാളുകളാണ്. അതായത് 3ാം തുടർ ഭരണം എന്ന പിണറായിയുടെ സ്വപ്നം നടക്കില്ല. എന്തെല്ലാം വൃത്തികേടുകൾ കാണിച്ചാലും, എന്തെല്ലാം ഗിമിക്സുകൾ കാണിച്ചാലും ഇതൊന്നും നടക്കില്ല. ജനങ്ങൾ അത്രമാത്രം വെറുക്കുന്നു. ഞങ്ങൾക്ക് പെണ്ണ് കേസല്ല, ഞങ്ങളുടെ അയ്യപ്പനെ അടിച്ചു മാറ്റാൻ നിങ്ങൾ നടത്തിയ ശ്രമമാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ വാചകമടിയല്ല. ഞങ്ങളുടെ ബാങ്കുകൾ കൊള്ളയടിച്ച് നിങ്ങളുടെ സഖാക്കളുടെ കീശ വീർപ്പിക്കാൻ നിങ്ങൾ നടത്തിയ ശ്രമമാണ് ഞങ്ങളെ ഭയപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതും. അത് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. വലിയൊരു ആത്മവിശ്വാസത്തിന്റെ ദിവസങ്ങളാണിത്. വാസ്തവത്തിൽ കേരള ജനതയോട് നമുക്ക് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചു കിട്ടിയിരിക്കുന്നു. എന്തിനാണ് ഈ ജനത ഈ വൃത്തികെട്ട പ്രസ്ഥാനത്തെ വീണ്ടും അധികാരത്തിൽ എത്തിച്ചത് എന്നോർത്ത് വേദനിച്ചിരുന്നവർക്ക്, സങ്കടപ്പെട്ടിരുന്നവർക്ക് മറുപടിയായി ജനം അത്രമാത്രം വെറുക്കുന്നു. ഈ ഭീകര ഭരണകൂട കരാളഹസ്തത്തെ ഞെരിച്ചു കൊല്ലാൻ നന്മയുടെ കരങ്ങൾ ശക്തി പ്രാപിച്ചിരിക്കുന്നു. CPMന്റെ കടപുഴകുന്നു. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത CPIM ഇനി എന്തെല്ലാം അഭ്യാസം കൊണ്ടിറങ്ങിയാലും CPMന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത്രമാത്രം വലിയ തിരിച്ചടി CPMന് ലഭിച്ചിരിക്കുന്നു. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇനി അല്പം ഭൂരിപക്ഷം കിട്ടിയാൽ പോലും അത് LDFനൊട്ടും അനുകൂലമായിരുന്നില്ല. അവിടെയാണ് വലിയ തിരിച്ചടി CPMനുണ്ടായിരിക്കുന്നു. BJPക്ക് ഉണർവുണ്ടായിരിക്കുന്നു. UDFന് മേൽക്കൈ ഉണ്ടായിരിക്കുന്നു. CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ചരമക്കുറിപ്പ് ആരംഭിച്ചിരിക്കുന്നു.